ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് കളിക്കാവുന്ന മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആണ്. സോ മൈൻക്രാഫ്റ്റ് 1.21 ഹാർഡ് കോർ റിലീസായതിനാൽ എനിക്ക് ഒരു ഹാർഡ് കോർ വേൾഡിൽ ഒരു സീരീസ് തുടങ്ങാൻ താല്പര്യമുണ്ടായി. സോ അതുകൊണ്ടാണ് നമ്മൾ ഹാർഡ് കോർ സീരീസ് തുടങ്ങിയത്. സോ ഫസ്റ്റ് നമുക്ക് വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. Few moments later. ഇപ്പോൾ ഗൈസ് ഇതാ നമുക്ക് വുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡാണ് നോക്കേണ്ടത് ഗൈസ്. ഗൈസ് നമ്മുടെ സ്പോൺ എന്ന് പറയുന്ന ഒരു ജംഗിളാണ്. സോ നമ്മൾക്ക് ഇവിടെ ഒരുപാട് മെലൺ ബ്ലോക്ക് കാണാൻ പറ്റും ഗൈസ്. സോ അതിനെ പൊട്ടിക്കാൻ നമുക്ക് ഇതാ മെലൺ സ്ലൈസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ നമുക്കത് ഒരുപാടൊന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത് 41 മെലൺ ഉണ്ട്. സോ ഇനി നമുക്ക് വേണ്ട ബെഡാണ് ഗൈസ്. ബെഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഷീപ്പിന് വന്നാൽ വൂള് കിട്ടും. ആ വൂളൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ബെഡ് കിട്ടും. ഇതാ ഗൈസ് നമുക്ക് വേണ്ടിയിട്ട് ഇതൊരു വൂൾഫ് 2 വൂൾ ഒപ്പിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു എല്ലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ടൈം ചെയ്യായിരുന്നു ഗൈസ്. ഇപ്പം നമ്മുടെ അടുത്ത് ആകെ ഒരു 2 വൂളുള്ളൂ. ഇനി ഒരു വൂളും കൂടി വേണം ബെഡ് ഉണ്ടാക്കാൻ. ബട്ട് ഗൈസ് നമ്മുടെ അടുത്തുള്ള ഒരു വൂളാണെങ്കിൽ ഒരു ബ്ലാക്ക് വൂളാണ്. സോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാ ഫ്ലവർ അത് മൈൻഡ് ചെയ്യുക. എൻ്റെ അടുത്ത് ഇവിടെ ഒരു വൈറ്റ് ഫ്ലവറാണുള്ളത്. ഇതിനെ മൈൻഡ് ചെയ്തിട്ട് ഇതിന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ഡൈ ഉണ്ടാക്കാം. ആ വൈറ്റ് ഡൈ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലാക്ക് വൂളിനെ വൈറ്റ് വൂളാക്കാം. ഗൈസ് ഇനി നമുക്ക് ഈ ഷീപ്പിനെ കൊല്ലാം. പിന്നെ ഗൈസ് നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഫുഡാണ് നിങ്ങളുടെ വേൾഡിൽ നിന്നാന്ന് പറയണം കേട്ടോ ഗൈസ്. ഞാൻ ഈ ഫ്രൈ ചെയ്യാത്ത ചിക്കന് ഈ കുക്ക് ചെയ്യാത്ത ചിക്കൻ തിന്നാറില്ല. ഞാൻ വെരി സ്റ്റാൻഡേർഡാണ് ഗൈസ്. ഞാൻ ഈ മെലണും കാര്യങ്ങളൊക്കെ തിന്നാറുള്ളൂ. ഗൈസ് എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ ഹങ്കർ ബാറൊക്കെ ഫുള്ളായി. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ഇവന്മാരൊക്കെ വെറുതെ തീർക്കുക ഗൈസ്. നമ്മൾ തിരഞ്ഞു വന്ന ടൈമിലൊന്നും ഇത് ഷീപ്പുകൾ അത്രക്ക് സ്പോണായില്ല. ബട്ട് നൈറ്റ് ആവാറായപ്പോൾ അത്യാവശ്യത്തിന് സ്പോണായി. ഞാൻ എന്താ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്കൊരു ബെഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കടന്നിറങ്ങാം ഗൈസ്. സോ ഗൈസ് നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഹാർഡ് കോർ വേൾഡിലെ ഫസ്റ്റ് ഡേ തീർത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ഒരു പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ മൈൻ ചെയ്യാം. പിന്നെ ഗൈസ് സോറി ഫോർ ദ ലാഗ്, ഐ ആം എ മൊബൈൽ പ്ലെയർ. പിന്നെ ഗൈസ് ഇതാ ഞാനിപ്പോൾ കിട്ടിയ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മുടെ ടൂൾസൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഈ കോളും അയണും ഒക്കെ മൈൻ ചെയ്യുക ഗൈസ്. പിന്നെ നമുക്ക് ഈ ഒരു അയൺ മൈൻ ചെയ്ത റോ അയണാണ് കിട്ടുക. അതിനെ ഫർണസിട്ട് സ്മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അയൺ ഇങ്കട്ടായിട്ട് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ് ഒപ്പിക്കണം ഗൈസ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ. പിന്നെ അടുത്ത എപ്പിസോഡാകുമ്പോൾ എന്തായാലും എനിക്കൊരു ഡയമണ്ട് ആർമറും ആക്കണം. സോ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഡേ സർവൈവ് ചെയ്തു. ഇനി നമ്മുടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊന്നും ഞാൻ വേഗം കളക്ട് ചെയ്യാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഒരുപാട് ഐറ്റംസ് കളക്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ എമറാൾഡ് ഓറ് വരെ കണ്ടുപിടിച്ചു.
അങ്ങനെ മൈൻഡ് ചെയ്തപ്പോൾ ഇതാ എൻ്റെ പിക്കാക്സും കാര്യങ്ങളൊക്കെ പൊട്ടി. സോ ഞാൻ വേറൊരു പിക്കാക്സ് ഉണ്ടാക്കി വീണ്ടും എൻ്റെ മൈനിങ് കൊണ്ട് തുടങ്ങി. അങ്ങനെ നമുക്ക് ഒരുപാട് അയണും കാര്യങ്ങളൊക്കെ കിട്ടി. സോ അതൊക്കെ ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് കോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ മൗണ്ടൻ്റെ മേലെ ബേസ് ഉണ്ടാക്കാൻ വിചാരിച്ചേ. സോ അവിടെയൊക്കെ ഒന്ന് ഫുള്ള് ലൈറ്റപ്പ് ചെയ്യാണ് ഗൈസ്. അതാകുമ്പോൾ ഈ ഒരു മോബ്സൊന്നും അത്ര കണ്ട് സ്പോൺ ആവില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു വലിയ മരമൊക്കെ കാണുമ്പോൾ തീരെ ഇഷ്ടമില്ല. വെട്ടാൻ ഭയങ്കര പണിയാണ്. കുറേ വുഡ് കിട്ടുമെന്നല്ലാണ്ട് വെട്ടാൻ ഭയങ്കര പണിയാണ് ഗൈസ്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ കുറേ വുഡൊക്കെ മൈൻഡ് ചെയ്തു. ബട്ട് എൻ്റെ എൻ്റെ ആക്സ് പൊട്ടി ഗൈസ്. എത്ര അയൺ സ്മെൽട്ടായി നോക്കട്ടെ. 26 അയൺ സ്മെൽട്ടായി. സോ ഈ ഇപ്പം കിട്ടിയ 27 കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹെൽമെറ്റ്, പിന്നെ നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ നമ്മുടെ ലെഗിൻസ്, പിന്നെ നമ്മുടെ ബൂട്ട്സ്. സോ ഫുൾ അയൺ ആർമറായി ഗൈസ് നമ്മൾ. ഇനി നമുക്ക് ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യണം ഗൈസ്. നമ്മളൊരു ഷീൽഡും ക്രാഫ്റ്റ് ചെയ്ത് ഇനി ഇത് നമ്മുടെ ഓഫ് ഹാൻഡിൽ പിടിച്ച് വെക്കാം. സോ ഇനി ബാക്കി കുക്കാവണ അയൺ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സോഡ്, കുറച്ച് സ്റ്റിക്ക് വേണം ഗൈസ്, സ്റ്റിക്ക് പോയി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സോഡ്, ദെൻ അവർ പിക്കാക്സ്. ഇനി ബാക്കിയുള്ള അയണും സ്മെൽറ്റ് ആവട്ടെ ഗൈസ്. ദെൻ നമുക്കൊരു ആക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഇത് ക്രാഫ്റ്റ് ചെയ്യാം, ഷവൽ ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ അയണിൻ്റെ വെറുതെ ആണ് ഗൈസ്. നമ്മുടെ അയൺ വേസ്റ്റ് ആവുന്നല്ലാണ്ട് നമുക്ക് വുഡിൻ്റെ ഉണ്ടാക്കാം. ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അയൺ ആയി ഗൈസ്. ഇപ്പോൾ ഇതാ നമ്മൾ ഒഫീഷ്യലി ഫുൾ അയൺ ആർമറും കാര്യങ്ങളൊക്കെ ആയി. ഇനി നമ്മുടെ ഇൻവെൻട്രിയിൽ ആവശ്യമില്ലാത്ത കുറച്ച് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. സോ എൻ്റെ ഇൻവെൻട്രി ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കാം. ഫസ്റ്റ് സോഡ്, പിന്നെ പിക്കാക്സ്, ആക്സ്, ഷവൽ, ഫുഡ്, പിന്നെ വാട്ടർ ബക്കറ്റ് ഉണ്ട്. ഈ വാട്ടർ ബക്കറ്റ് ആവും ഗൈസ് നമ്മുടെ ഷവലിൻ്റെ അപ്പുറത്ത്. അതിൻ്റെ ശേഷമാണ് ഞാൻ ഫുഡ് വെക്കുക ഗൈസ്. പിന്നെ പറഞ്ഞ പോലെ നമുക്കൊരു ബക്കറ്റും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. അതൊക്കെ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ. പിന്നെ താഴത്ത് കുറേ പാരറ്റിനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിനും നമുക്ക് തന്നെ അടുത്ത എപ്പിസോഡിൽ ടൈം ചെയ്യാം. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏകദേശം ഗോൾസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. ഇനി അടുത്ത എപ്പിസോഡ് വരേക്കും ടാറ്റ ബൈ ബൈ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടാറ്റ ബൈ ബൈ.